ഹലോ, ബിൽഡർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. നമ്മൾ RRB NTPC 45 ഡേയ്സ് റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പോൾ GK, സയൻസ്, മാത്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. GKയുടെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐക്കാർട്ടിൽ വീഡിയോ ആഡ് ചെയ്യാം, ഒന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു GK ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ RRB എക്സാംസിന് ചോദിച്ചിട്ടുള്ള ടെക്നീഷ്യന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് തന്നെയാണ് ഓൾറെഡി ചെയ്തിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിലായിട്ട് ബാക്കിയുള്ള എക്സാംസിന് ചോദിച്ച GKയുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് എസ്പെഷ്യലി RRB SSC എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ ഒന്ന് കയറി നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം, യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ കണ്ടന്റിലേക്ക് പോകാം. First question. On December 2023, the national level program based on Anganwadi ഇതെനിക്ക് എന്താ വായിക്കണ്ടേന്ന് സത്യമായിട്ട് പറഞ്ഞാൽ അറിയില്ല. ക്രീഷെ എന്നാണ് ഞാൻ വായിച്ചത്. ക്രീഷെ released the standard operating procedure for the scheme in New Delhi. Okay, standard operating procedure SOP. അംഗൻവാടിയുടെ ക്രഷ് എന്നാണ് തോന്നുന്നു. ഓക്കെ, ക്രഷ് എന്നാണ് അതിനെ വായിക്കേണ്ടതെന്ന് തോന്നുന്നു. നാഷണൽ ലെവൽ പ്രോഗ്രാം ആണ്. ഓക്കെ, അത് റിലീസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 2023 ഡിസംബർ 21 അംഗൻവാടിയുടെ ഒരു നാഷണൽ ലെവൽ പ്രോഗ്രാം, അതായത് SOP സ്കീമിന് വേണ്ടിയിട്ട് ന്യൂഡൽഹിയിൽ ഒരു പ്രോഗ്രാം റിലീസ് ചെയ്തത് ഡിസംബർ 21 2023 അപ്പൊ നോക്ക്, നമ്മൾ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് വിചാരിച്ച് വിടുന്ന കാര്യങ്ങളടക്കം എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നും എന്തല്ല, ചെറുതല്ല. അടുത്തത്, which facility has been extended across India for the first time in the general elections 2024 only for senior citizens and persons with disabilities? അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് 2024 ജനറൽ ഇലക്ഷനിൽ സീനിയർ സിറ്റിസൺസിനും അതുപോലെ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് എന്താണ് എക്സ്റ്റെൻഡ് ചെയ്തത്? ഇന്ത്യയിൽ ഒട്ടാകെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഫെസിലിറ്റിയാണ് ഹോം വോട്ടിംഗ്. വീട്ടിലിരുന്ന് തന്നെ വോട്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമ്മൾ 2024 ജനറൽ ഇലക്ഷനിലാണ് ആദ്യമായിട്ട് ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? ഹോം വോട്ടിംഗ് ആണ്. ഇത്തവണത്തെ ജനറൽ ഇലക്ഷന് വീടുകളിൽ വന്ന് വോട്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, who was awarded Vigyan Ratna 2024 for his contribution in the field of bioscience? ഇത് പല രീതിയിൽ തിരിച്ചും മറിച്ചും എല്ലാ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2024 ബയോസയൻസിന് വിജ്ഞാൻ രത്ന അവാർഡ് കിട്ടിയത് ആർക്കാണ്? പ്രൊഫസർ ഗോവിന്ദരാജൻ പത്മനാഭൻ. ഓക്കെ, അപ്പൊ വിജ്ഞാൻ രത്ന എന്ത് അവാർഡാ കിട്ടിയെന്ന് ചോദിക്കും, ഏത് ഫീൽഡിനാണെന്ന് ചോദിക്കും, എന്നാണ് കിട്ടിയെന്ന് ചോദിക്കും, ആർക്കാണ് കിട്ടിയെന്നും ചോദിക്കും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനുമുള്ള ആൻസർ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. The 38th Maharashtra State Junior Athletics Championship was held in 38ാമത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നത് പൂനെയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പൂനെയിൽ വെച്ച് നടന്നത് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എത്രാമത്തെ ആണ് എന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 38th ആണ് നടന്നത് പൂനെയിൽ വെച്ചിട്ട്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ, who among the following became India's youngest Olympic medalist by winning a bronze medal in wrestling at the 2024 Paris Paralympics? പാരീസിലെ പാരാലിമ്പിക്സിൽ 2024 പാരീസിൽ നടന്ന പാരാലിമ്പിക്സിൽ റെസ്ലിംഗിൽ ബ്രോൺസ് മെഡൽ നേടിയ ഇന്ത്യയിലെ യങ്ങസ്റ്റ് ഒളിമ്പിക് മെഡലിസ്റ്റ് ആരാണ്? അമൻ ഷെറാവത്തിനാണ് 2024 പാരീസ് പാരാലിമ്പിക്സിൽ റെസ്ലിംഗിന് ബ്രോൺസ് മെഡൽ കിട്ടിയത്. അപ്പൊ ഏത് ഐറ്റത്തിനാണ് കിട്ടിയത് എന്ന് ചോദിക്കാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കണു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെറ്റിലേക്ക് പോവാം. Project Udbhav is an initiative. അപ്പൊ എന്താണ് Project Udbhav is an initiative that aims to rediscover ancient Indian military knowledge
from text on statecraft, warfare, diplomacy, and grand strategy and integrate it into modern military practices. Who launched Project Udbhav? അപ്പൊ ആദ്യം പ്രൊജക്ട് ഉദ്ഭവ് എന്താണെന്ന് നോക്കാം. പ്രൊജക്ട് ഉദ്ഭവ് എന്താണ് ഇനീഷ്യേറ്റ് ചെയ്തത്, അതിന്റെ എയിം എന്താണ്? എയിം എന്ന് പറയുന്നത് നമ്മുടെ പണ്ടുകാലത്തുള്ള നമ്മുടെ മിലിറ്ററി നോളേജ്, ഓക്കെ, പണ്ട് കാലത്ത് മിലിറ്ററിക്കാർ എന്തൊക്കെ അറിവുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്നും വാർഫെയർ എന്നും അതുപോലെ ഓരോ കാര്യങ്ങളിൽ നിന്നും നമുക്ക് അവൈലബിൾ ആയിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും അതെല്ലാം ഒന്ന് റീഡിസ്കവർ ചെയ്തെടുത്ത് അതിനെ പുതിയ സ്ട്രാറ്റജി ആയിട്ട് മാറ്റി നമ്മുടെ മോഡേൺ മിലിറ്ററി പ്രാക്ടീസസിലേക്ക് ഏതൊക്കെ രീതിയിൽ യൂസ്ഫുൾ ആക്കി എടുക്കാം എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് പ്രൊജക്ട് ഉദ്ഭവ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്തത് ഇന്ത്യൻ ആർമി ആൻഡ് യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, USA-യും ഇന്ത്യൻ ആർമിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ഉദ്ഭവ് എന്നൊരു ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത് എന്താ കാര്യം എന്ന് മനസ്സിലായി, ആരാ ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ. Who presented the Union Budget 2024-25 in the Parliament on July 23, 2024? 2024 ജൂലൈ 23-ന് 2024-25 സാമ്പത്തിക വർഷത്തിലെ യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത് ആരാണ്? നിർമ്മല സീതാരാമൻ, ഫിനാൻസ് മിനിസ്റ്റർ ആണ് അല്ലെ? നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് ആ ഒരു യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്തത്. അടുത്തത്, in July 2024, Charaidio Maidam is included in the UNESCO World Heritage Site list in the cultural category. It is located in which of the following state? ആസാമിലാണ്. ഇതിന്റെ ഡേറ്റ്, മാസം എപ്പോഴാണ് എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വേറൊരു ഷിഫ്റ്റിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാ സ്ഥലം എന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ സ്ഥലം എന്നും നമ്മൾ പഠിച്ചു വെക്കണം, ഏതാണ് ഡേറ്റ് എന്നും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്തത്, in August 2024, who among the following was awarded the M.S. Swaminathan Award for Environment Protection 2024? 2024 ഓഗസ്റ്റില് MS സ്വാമിനാഥൻ അവാർഡ് എന്തിനാണ്? എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ 2024 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആയിട്ട് MS സ്വാമിനാഥൻ അവാർഡ് കിട്ടിയത് ആനന്ദ് ദർശൻ ശങ്കറിനാണ്. ആനന്ദ് ദർശൻ ശങ്കറിനാണ് 2024 ഓഗസ്റ്റില് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ MS സ്വാമിനാഥൻ അവാർഡ് കിട്ടിയത്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് കിട്ടിയത് എന്ന് ചോദിക്കാം, എന്താണ് കിട്ടിയത് എന്ന് ചോദിക്കാം, എന്തിനാണ് കിട്ടിയത് എന്ന് ചോദിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The 8th edition of India-Kazakhstan Joint Military Exercise Kazinth 2024 was held in ഓളി, ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഓലി എന്ന് പറയുന്ന സ്ഥലത്താണ് 8ാമത്തെ എഡിഷൻ. എന്തിന്റെ എഡിഷൻ ആണ്? ഇന്ത്യ കസാഖ്സ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ്. അതിന്റെ പേര് എങ്ങനെയാ നമ്മൾ പറയാ? കാസിന്ത് 2024. അത് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഉത്തരാഖണ്ഡിലെ ഓളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്തവണത്തെ ഇന്ത്യ കസാഖ്സ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നടന്നത്. 8ാമത്തെ എഡിഷൻ ആണ് അത്. എത്രാമത്തെ എഡിഷൻ ആണെന്ന് ചോദിക്കാം, ആരൊക്കെ തമ്മിലുള്ളതാണെന്ന് ചോദിക്കാം, ഇത്തവണത്തെ അതിന്റെ നെയിം എന്താണെന്നും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The Lunar Polar Exploration Mission, LUPEX, okay, is a planned collaborative lunar mission involving which two space agencies? ഈ ലൂപെക്സ് അല്ലെങ്കിൽ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് ലൂണാർ മിഷൻ ആണ്. ഓക്കെ, ഏതൊക്കെയോ രണ്ട് രാജ്യത്തെ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുന്ന ഒരു ചാന്ദ്ര ദൗത്യമാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ എന്ന് പറയുന്നത്. ആ സ്പേസ് ഏജൻസീസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ISRO and JAXA. ISRO നമുക്കറിയാം അല്ലെ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. വാട്ട് യു മീൻ ബൈ JAXA? എന്തായിരിക്കും ഈ JAXA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? JAXA എന്ന് പറയുന്നത് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി. ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ആണ്
JAXA എന്ന് പറയുന്നത്. ISRO ആൻഡ് JAXA ഇവർ രണ്ടുപേര് കൂടെ ചേർന്നിട്ടാണ് ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്സ് വാസ് ദ ഫോർത്ത് അസ്മിത ഖേലോ ഇന്ത്യ നാഷണൽ ജൂഡോ ലീഗ് റാങ്കിംഗ് ജൂഡോ ടൂർണമെന്റ് 2024-25 ഓർഗനൈസ്ഡ്? നാലാമത്തെ അസ്മിത ഖേലോ ഇന്ത്യ നാഷണൽ ജൂഡോ ലീഗ് റാങ്കിംഗ് ജൂഡോ ടൂർണമെന്റ് 2024-25 ഈ ഒരു ടൂർണമെന്റ് നടന്നത് തൃശ്ശൂരിലാണ്, നമ്മുടെ കേരളത്തിലെ തൊട്ടപ്പുറത്ത് തൃശ്ശൂരിലാണ് എന്ത് നടന്നിരിക്കുന്നത്? ഈ ഒരു ഗെയിംസ് നടന്നിരിക്കുന്നത്. ഓക്കെ, അടുത്തത്. As of October 2024, there are 43 UNESCO World Heritage Sites in India. ഒക്ടോബർ 2024 കണക്ക് പ്രകാരം ഇന്ത്യയിൽ 43 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആണ് ഉള്ളത്. 43 ഹെറിറ്റേജ് സൈറ്റ്സ് ആണ് എവിടെയുള്ളത്? ഇന്ത്യയിൽ ഉള്ളത്. ഓക്കെ. Who took oath as the new Chief Minister of Haryana in Assembly Elections 2024? 2024 അസംബ്ലി ഇലക്ഷൻസിൽ ജയിച്ചിട്ട് ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് ഓത്ത് എടുത്തത്, അല്ലെങ്കിൽ ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അധികാരം ഏറ്റെടുത്തത് നയബ് സിംഗ് സൈനിയാണ്. നയബ് സിംഗ് സൈനിയാണ് 2024 അസംബ്ലി ഇലക്ഷൻസിന് ശേഷം ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് അധികാരം ഏറ്റെടുത്തത്. ഓക്കെ അല്ലേ? ഇത് എവിടത്തെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏത് അസംബ്ലി ഇലക്ഷൻ ആണ് ജയിച്ചത് എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത്. അക്കോർഡിംഗ് ടു ദ ഹുറുൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2024, who has overtaken Reliance Industries chairman Mukesh Ambani and replaced him? ഹുറുൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2024 ഹുറുൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് പ്രകാരം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാൻ ആയിട്ടുള്ള മുകേഷ് അംബാനിനെ മാറി അവിടേക്ക് ആര് റീപ്ലേസ് ആയി? ഗൗതം അദാനി. അദാനി ഗ്രൂപ്പിന്റെ ഹെഡ് ആയിട്ടുള്ള ഗൗതം അദാനി ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2024 മുകേഷ് അംബാനിയെ പുറകിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവാൻ 2024 നടന്ന എക്സാമിന് 2021 മുതലുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇനി വരുന്ന എക്സാംസിനും ഓൾമോസ്റ്റ് ആ ഒരു ടൈം പീരീഡ് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് 2018, 19, 20 ഈ 3 വർഷങ്ങളിലായിട്ടായിരുന്നു നമ്മുടെ ഇതിനു മുന്നേയുള്ള RRBയുടെ എക്സാംസ് നടന്നത്. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഇതിനിടയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇനി വരുന്ന എക്സാംസിന് പഠിക്കണം. ഓക്കെ ആണല്ലോ അല്ലെ? അടുത്തത്. Indian environmental activist Shami Murmu has been awarded Padma Shri in 2024 for her contribution in founding Sahyogi Mahila Bagrai, an organization that has planted more than 30 lakh trees in Jharkhand. Okay, അപ്പോൾ ചാമി മുർമു ആരാണ്? ഇന്ത്യൻ എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റ് ആണ്. അവർക്ക് 2024 പത്മശ്രീ കൊടുത്തു. എന്തിനാണ് പത്മശ്രീ കൊടുത്തത്? അവരുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിന്റെ പേരെന്താണ്? സഹയോഗി മഹിള ബഗ്രായ്സായ് എന്ന് പറയുന്ന അവരുടെ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻ ത്രൂ അവരെന്താണ് ചെയ്തത്? അവർ ജാർഖണ്ഡില് മോർ ദാൻ 30 lakhs 30 ലക്ഷത്തിലധികം മരങ്ങളാണ് അവർ ഈ ഒരു ഓർഗനൈസേഷന്റെ അണ്ടറിൽ ജാർഖണ്ഡിൽ പ്ലാന്റ് ചെയ്തത്. ഓക്കെ, അവരുടെ ആ ഒരു പ്രവർത്തിക്കുള്ള പാരിതോഷികമായിട്ടാണ് അവർക്ക് എന്ത് കൊടുത്തത്? 2024 രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചത്. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ ആക്ടിവിസ്റ്റിന്റെ പേര് ചോദിക്കാം, അവർക്ക് എന്ത് അവാർഡാണ് കിട്ടിയത് എന്ന് ചോദിക്കാം, അവര് ഫ്രം വിച്ച് സ്റ്റേറ്റ് എന്നും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. Who among the following has been appointed as the new chief of BrahMos Aerospace? BrahMos Aerospaceന്റെ നവംബർ 2024 പുതിയ ചീഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തത് ഡോക്ടർ ജയതീർത്ത് രാഘവേന്ദ്ര ജോഷി. ഡോക്ടർ ജയതീർത്ത് രാഘവേന്ദ്ര ജോഷിനെയാണ് BrahMos Aerospaceന്റെ പുതിയ ചീഫ് ആയിട്ട് നവംബർ 2024 അപ്പോയിന്റ് ചെയ്തത്.
ഓക്കെ ആണല്ലോ. അപ്പൊ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ചോദിക്കും, എവിടെയാണ് അപ്പോയിന്റ് ചെയ്തതെന്ന് ചോദിക്കും, എന്തായിട്ടാണ് അപ്പോയിന്റ് ചെയ്തത് എന്നും ചോദിക്കും. ഓക്കെ ആണല്ലോ അല്ലെ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്തത്, according to the statistical appendix of economic survey 2023-24, what was the infant mortality rate of India 2020? In 2020 2020 ഇന്ത്യയിലെ ശിശുമരണ നിരക്ക്. ഓക്കെ, IMR എന്ന് പറഞ്ഞാൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. അപ്പം ശിശുമരണ നിരക്ക് 2023-24 നമ്മൾ ആ സർവേ എടുത്തത്. ഏത് സർവേ ആയിരുന്നു? സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്പൻഡിക്സ് ഓഫ് എക്കണോമിക് സർവേ പ്രകാരം 2020 ഇന്ത്യയിലെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 28.1 per 1000 ലൈവ് ബർത്ത്. 1000 കുഞ്ഞുങ്ങൾ ജീവനോടെ ജനിക്കുന്നവരിൽ നിന്നും 28.1 ആണ് എന്ത് വരുന്നത്? മരണനിരക്ക് വരുന്നത്. ഓക്കെ, അടുത്തത്, ഡാഷ് വൺ ദ സന്തോഷ് ട്രോഫി ടൈറ്റിൽ സർവീസസ് ആണ് എന്ത് ചെയ്തത്? 2024 മാർച്ച് 9 ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ നടന്ന സന്തോഷ് ട്രോഫിയിൽ ആരെയാണ് അവർ തോൽപ്പിച്ചത്? ഗോവ. ഫൈനൽസിൽ ഗോവനെ 1-0 എന്ന രീതിയിൽ തോൽപ്പിച്ചു. അത് എത്രാമത്തെ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു? 77th നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? 77th നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നടന്നത് ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിൽ 2024 മാർച്ച് 9 നടന്നത്. ആരൊക്കെയായിരുന്നു മത്സരിച്ചത്? സർവീസസും ഗോവയുമാണ് മത്സരിച്ചത്. ഗോവയെ സർവീസസ് 1 ഗോളിന് തോൽപ്പിച്ചു, ഡിഫീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Who has taken charge as the 26th Director General of the Indian Coast Guard? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 26ാമത്തെ ഡയറക്ടർ ജനറൽ ആയിട്ട് ചാർജ് എടുത്തത് ആരാണ്? DG പരമേശ് ശിവമണി. DG പരമേശ് ശിവമണിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 26ാമത്തെ ഡയറക്ടർ ജനറൽ ആയിട്ട് ചാർജ് എടുത്തത്. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ എത്രാമത്തെ ഡയറക്ടർ ജനറൽ ആണെന്ന് ചോദിക്കാം, ആരാണ് ചാർജ് എടുത്തതെന്ന് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെറ്റിലേക്ക് പോവാം. അണ്ടർ PM വിശ്വകർമ്മ യോജന 2024, a loan of rupees 3 lakh is given at 5% interest as a benefit. പ്രൈം മിനിസ്റ്റേഴ്സ് വിശ്വകർമ്മ യോജന 2024 പ്രകാരം 3 ലക്ഷം രൂപ 5% ഇൻട്രസ്റ്റിൽ കൊടുക്കാനായിട്ട് ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അപ്പൊ നോക്ക്, എങ്ങനത്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അല്ലെ? നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കില്ല അല്ലെ, ഈ ഒരു എമൗണ്ട് നമ്മളോട് ചോദിക്കുമെന്നോ, ഇങ്ങനെ ഒരു വിശ്വകർമ്മ യോജന ഇതിൽ നിന്നുള്ള ഈ ഒരു ഭാഗം നമ്മളോട് എക്സാമിന് ചോദിക്കുമെന്ന് നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എന്താണ്? അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മാം ഈ എക്കണോമിക്സ്, ഹിസ്റ്ററി അല്ലെങ്കിൽ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്? ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിലെന്താണ്? ഇതിൽ പലതും ഇപ്പൊ ഞാനിവിടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ പലതും എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ അതൊരിക്കലും എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒരിക്കലും നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരില്ല. അതെപ്പോഴും എന്ത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും? കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, ഇത് എന്താണ് ഇങ്ങനെ എന്നുള്ള കാര്യം. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എന്താ പറയുന്നത്? പ്രൈം മിനിസ്റ്ററിന്റെ വിശ്വകർമ്മ യോജന 2024 പ്രകാരം 3 ലക്ഷം രൂപ 5% പലിശയ്ക്ക് ഒരു സ്കീമായിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത്, according to the report released by Niti Aayog, what is India's overall sustainable development goals score in the year 2023-24? 2023-24 നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഓവറോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിന്റെ സ്കോർ എന്ന് പറയുന്നത് 71 ആണ്. ഓക്കെ, നീതി ആയോഗിന്റെ സർവേ ആണ് കേട്ടോ. അപ്പൊ നീതി ആയോഗ് സർവേ ചെയ്തപ്പം ഇന്ത്യയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് 71 ആണ് സ്കോർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? അടുത്തത്,
4 sandstone replicas of the iconic Konark Chakra of the Konark temple have been installed in. അതായത് കൊണാർക്ക് ചക്ര, കൊണാർക്ക് ടെമ്പിളിലെ കൊണാർക്ക് ചക്ര ഉണ്ട്, ഐക്കോണിക് ആയിട്ടുള്ള കൊണാർക്ക് ചക്ര, അതിലെ 4 സാൻഡ്സ്റ്റോൺ റെപ്ലിക്കാസ് അത് എവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്? രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്റർ ആൻഡ് അമൃത് ഉദ്യാൻ. ഓക്കെ, രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിലും അമൃത് ഉദ്യാനിലായിട്ട് എന്തുണ്ട്? ഈ ഒരു കൊണാർക്ക് ചക്ര നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് എവിടെ നിന്നാണെന്ന് ചോദിക്കും. കൊണാർക്ക് ടെമ്പിളിലുള്ളതാണ്. അതിൽ എന്താണുള്ളത്? 4 സാൻഡ്സ്റ്റോൺ റെപ്ലിക്കാസ് ആണ് അതിനകത്ത് ഉള്ളത്. Which of the following personalities was awarded Padma Shri in 2024 for his or her contribution to sports? സ്പോർട്സിലുള്ള കോൺട്രിബ്യൂഷന് 2024 രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചത് ജോഷ്ന ചിന്നപ്പ. ജോഷ്ന ചിന്നപ്പയെയാണ് രാജ്യം 2024 അദ്ദേഹത്തിന്റെ സ്പോർട്സിലുള്ള കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് എന്ത് കൊടുത്തത്? പത്മശ്രീ കൊടുത്തത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? അടുത്തത്, in the October 2024 meeting of the RBI monetary policy meeting kept the repo rate unchanged at 6.5%. അപ്പോൾ ഒക്ടോബർ 2024 RBIയുടെ ഒരു മീറ്റിംഗ് നടന്നു. ഓക്കെ, അത് പ്രകാരം RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് എന്ത് ചെയ്തു? റെപ്പോ റേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോഴും റെപ്പോ റേറ്റ് എന്ത് തന്നെയാണ്? 6.5% തന്നെയാണ്. ഓക്കെ, അപ്പം എന്താണ് ഈ ഒരു റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ? റെപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ റീപർച്ചേസ് എഗ്രിമെന്റ് റേറ്റ് എന്നാണ് പറയുന്നത്. അതെന്താന്ന് വെച്ചാല്, ഇപ്പം നമുക്കറിയാം RBIയിൽ നിന്നാണ് നമ്മൾ കാണുന്ന എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്ക്സും അവർക്ക് വേണ്ടുന്ന പൈസ കടമെടുക്കുന്നത്. RBIയിൽ നിന്നാണ് അല്ലെ നമുക്ക് എല്ലാ ബാങ്കുകളിലേക്കുമുള്ള പൈസ വരുന്നത്. അപ്പൊ RBIയിൽ നിന്ന് ഇത് വെറുതെ ആണോ ഈ ബാങ്കുകൾ എടുക്കുന്നത്? അല്ല, RBIയിൽ നിന്നും ഒരു ഇൻട്രസ്റ്റ് റേറ്റിലാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഈ പറയുന്ന എമൗണ്ട് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ബാങ്കുകൾക്ക് RBI ഇതൊരു ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ ഇൻട്രസ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ആ റേറ്റ് ഇത്തവണയും എന്ത് ചെയ്തിട്ടില്ല? ചേഞ്ച് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. 6.5% തന്നെയാണ് RBIയുടെ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 25 ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഒരു 40-45 ക്വസ്റ്റ്യൻ ഉള്ള കണ്ടന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇത് മാത്രമല്ല, GK അതുപോലെ തന്നെ സയൻസ്, മാത്സ്, റീസണിങ് എല്ലാം നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. NTPCയുടെ എക്സാംസിന്റെ ഡേറ്റുകളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലായിട്ട് വരും. അപ്പം അതുപോലെ തന്നെ ALPയുടെ ആണെങ്കിലും JEയുടെ ആണെങ്കിലും റിസൾട്ട് വരുന്നതിനനുസരിച്ചിട്ട് സെക്കൻഡ് സ്റ്റേജ് എക്സാംസിനുള്ള പ്രിപ്പറേഷൻസും ഡേറ്റും കാര്യങ്ങളും ഒക്കെ വരും. ഗ്രൂപ്പ് ഡിയുടെ എന്താ പറയുക, ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും നോക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പൊ കുറേ പേര് എന്നോട് ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷന്റെ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ ചെയ്യണതായിരിക്കും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് വേണം, ഏജ് റിസർവേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഡിക്ക് ഇതുപോലൊരു സ്റ്റഡി പ്ലാൻ ചെയ്യുമോ എന്നുള്ള കാര്യം. ഇത് ഗ്രൂപ്പ് ഡിക്കും യൂസ്ഫുൾ ആവുന്ന സ്റ്റഡി പ്ലാൻ ആണ് എന്ന് പറഞ്ഞ് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. എനിവേ, അതങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഉറപ്പായിട്ടും NTPCയുടെ 45 ഡേയ്സ് പ്ലാൻ കഴിയുമ്പം ഗ്രൂപ്പ് ഡിക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലൊരു റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.